പഠിക്കാം. അപ്പൊ നമ്മൾ മാർച്ച് വരെ നിർത്തിയത്. ഇനി ഏത് മാസമാണ് പഠിക്കാനുള്ളത്? ഫെബ്രുവരി ആണ്. ഫെബ്രുവരി. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. അപ്പോ 2025 ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. ഓക്കെ അല്ലേ? ഇനി VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹനായത് നിലമ്പൂർ ആയിഷയാണ്. ആരാണ്? നിലമ്പൂർ ആയിഷ. അപ്പൊ VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? നിലമ്പൂർ ആയിഷ. ആരാണ്? നിലമ്പൂർ ആയിഷ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, കേരളത്തിലെ ഹൈസ്കൂളുകളിൽ 29,000 റോബോട്ടിക് കിറ്റുകൾ വിതരണം ചെയ്യുന്നത് കൈറ്റ് നേടിയിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് കൈറ്റിന്റെ ഫുൾ ഫോം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ്, KIT, കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കൈറ്റ്. എന്താണ് കൈറ്റിന്റെ ക്വസ്റ്റ്യൻ? കേരളത്തിലെ ഹൈസ്കൂളുകളിൽ 29,000 റോബോട്ടിക് കിറ്റ് വിതരണം ചെയ്യുന്നതാണ് ആര്? കൈറ്റ് കേട്ടോ. അപ്പോ നമ്മുടെ 29,000 സ്കൂളുകളിൽ അല്ല, കേരളത്തിലുള്ള ഹൈസ്കൂളുകളിൽ 29,000 എന്ത് റോബോട്ടിക് കിറ്റ് വിതരണം ചെയ്യുന്നു? ആര്? കൈറ്റ്. ഓക്കെ അല്ലേ? 2025 പത്മവിഭൂഷൺ പുരസ്കാരം എത്ര പേർക്ക് കിട്ടി? പത്മവിഭൂഷൺ 7 പേർക്ക് കിട്ടി. ഏറ്റവും ഉയർന്നതാണ് ഏത്? പത്മവിഭൂഷൺ. അടുത്തേതാണ്? ഭൂഷൺ. അവസാനത്താണ് പത്മശ്രീ. അപ്പൊ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. മൊത്തം 2025 എത്ര പേർക്ക് കിട്ടി? 139 പേർക്ക് കിട്ടി. അതിൽ 7 പേർക്ക് എന്താണ്? പത്മവിഭൂഷൺ. ഇനി 19 പേർക്ക് എന്താണ്? പത്മഭൂഷൺ. ബാക്കി 113 പേർക്കാണ് എന്ത് കിട്ടിയത്? പത്മശ്രീ കിട്ടിയത്. ആ പത്മവിഭൂഷൺ മൊത്തം 7 പേർക്ക് കിട്ടിയതിൽ ഒരാൾ ആരാണ്? മലയാളിയാണ്. ആരാണ്? MD വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. എന്നാണ് അദ്ദേഹം മരിച്ചത്? 2024 ഡിസംബർ 25. നമ്മുടെ ക്രിസ്മസിന്റെ അന്ന് 2024 ക്രിസ്മസിനാണ് ആര് മരിക്കുന്നത്? MD വാസുദേവൻ നായർ. പിറ്റേ ദിവസം 26-ാം തീയതി ആര് മരിക്കുന്നു? മൻമോഹൻ സിംഗ് മരിക്കുന്നു. അപ്പോ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയില് എന്തൊക്കെയാണ്? വിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 113 പേർക്ക്, ടോട്ടൽ 139 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതിൽ നമ്മൾ പറഞ്ഞു 5 പേർക്ക് കായിക രംഗത്താണ് കൊടുത്തത് കേട്ടോ. 5 പേർക്ക് കായിക രംഗത്താണ്. 23 വനിതകൾക്ക് കിട്ടി. എത്ര വനിതകൾക്ക് കിട്ടി? 23 വനിതകൾക്ക് കിട്ടി. പിന്നെന്താണ്? മരണാനന്തരം, അതായത് മരിച്ചതിന് ശേഷം കിട്ടിയ എത്ര പേരുണ്ട്? 13 പേരുണ്ട്. അപ്പൊ 5 പേര് കായിക താരങ്ങളാണ്, 23 പേര് സ്ത്രീകളാണ്. പിന്നെ മരണാനന്തരമായിട്ട് കിട്ടിയത് 13 പേർക്ക്. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയില്ല. അപ്പൊ അടുത്ത പരീക്ഷകൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. അപ്പൊ ഒരാൾ നമ്മൾ പറഞ്ഞു, നമുക്ക് 7 പേര് ജസ്റ്റ് നമുക്ക് ഓർത്തിരിക്കാം. ഒരാൾ ആരാണെന്ന് പറഞ്ഞു? MD വാസുദേവൻ നായർ. എന്താണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് ചോദിച്ചാൽ സാഹിത്യം മാത്രമാണോ? വിദ്യാഭ്യാസം. സാഹിത്യവും വിദ്യാഭ്യാസവും. അടുത്തതാണ് ശ്രീ ദുവ്വൂർ നാഗേശ്വര റെഡ്ഡി. ആരാണ്? നാഗേശ്വര റെഡ്ഡി. ആരാണ്? നാഗേശ്വര റെഡ്ഡി. അദ്ദേഹം എവിടുത്തെ ആളാണ്? തെലങ്കാനയാണ്. അദ്ദേഹം മെഡിസിൻ ആണ് കേട്ടോ മേഖല. അപ്പൊ നാഗേശ്വര, എന്ത് നാഗേശ്വരാണ്? ദുവ്വൂർ നാഗേശ്വര റെഡ്ഡിയാണ്. തെലങ്കാനയാണ് സ്വദേശം. മെഡിസിൻ ആണ് അദ്ദേഹത്തിന്റെ മേഖല, മെഡിസിൻ. അപ്പൊ നമ്മൾ 2 പേരെ പറഞ്ഞു. ആരെയൊക്കെ പറഞ്ഞത്? MD വാസുദേവൻ നായർ, ദുവ്വൂർ നാഗേശ്വർ റെഡ്ഡി. അടുത്തത് നമുക്ക് സിനിമാ താരങ്ങളാണെന്ന് ഓർത്താൽ മതി കേട്ടോ. മീൻസ് നമുക്ക് പേര് പഠിക്കാം. ഒരു രജനീകാന്തും ഉണ്ട്, ഒരു ജഗദീഷും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഒരാളാണ് ആര്? ജസ്റ്റിസ് ജഗദീഷ് സിംഗ്. ജഗദീഷ് സിംഗ് ഗഫാൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പബ്ലിക് അഫയേഴ്സ് ആണ്. എന്താണ് മേഖല? പബ്ലിക് അഫയേഴ്സ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു രജനീകാന്ത് ഉണ്ടെന്ന്, കുമുദിനി രജനീകാന്ത്. ആരാണ്? കുമുദിനി രജനീകാന്ത്. അത് ആർട്ടാണ്, ആർട്ട്. കുമുദിനി രജനീകാന്ത് കല. അപ്പൊ 4 പേരെ പഠിച്ചല്ലോ. MD വാസുദേവൻ നായർ, നാഗേശ്വര റെഡ്ഡി, ജഗദീഷ്, പിന്നെ കുമുദിനി രജനീകാന്ത്. ഇനി എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഒരാള് ഇനി പറയാൻ പോകുന്ന ഒരു വനിതയാണെന്ന് ഓർത്തോ. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. ആ പുരുഷനായിരിക്കും. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്ടാണ്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്ടാണ്. പിന്നെ ഒസാമു സുസൂക്കി വ്യാപാരവും വ്യവസായവും. പിന്നെ ഒരു ശാരദാ സിൻഹ. എടാ നമുക്ക് സിനിമയിലെ ശാരദ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരാളില്ലേ? ശാരദ, സിനിമ നടി ശാരദ ഉണ്ട്. ശാരദാ സിൻഹ
ശാരദാ സിൻഹയ്ക്ക് മരണാനന്തരമാണ് കിട്ടിയത്. എം ഡി വാസുദേവൻ നായർക്കും മരണാനന്തരമാണ് കിട്ടിയത്. ഒസാമു സുസുക്കിക്ക് മരണാനന്തരമാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ മൊത്തം 7 പേരാണ്. അതിൽ 3 പേർക്ക് മരണാനന്തരമാണ് പത്മവിഭൂഷൺ കിട്ടിയത്. എം ഡി വാസുദേവൻ നായർ, ഒസാമു സുസുക്കി, ശാരദാ സിൻഹ. പിന്നെ ബാക്കിയുള്ള 3 പേരാണ്, അല്ല 4 പേരിൽ ഒരാളാണ് ജഗദീഷ്, ഒരാളാണ് കുമുദിനി രജനീകാന്ത്, പിന്നെ ഒരു പെണ്ണിന് നാഗേശ്വർ റെഡ്ഡി, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. ഓക്കെ അല്ലേ? 7 പേര് കിട്ടുമല്ലോ. ഒന്ന് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. കാരണം ആരെങ്കിലും ഇല്ലാത്തവരുള്ളവരൊക്കെ എടുത്ത് തന്നാൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സെലക്ട് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് മൊത്തം എത്ര പേർക്ക് പത്മ അവാർഡ് കിട്ടി? മലയാളികൾക്ക് എത്ര പേർക്ക് കിട്ടി? 5 പേർക്ക് കിട്ടി. മലയാളികള് 5 പേര്. പത്മവിഭൂഷൺ ഒരാൾക്ക്, പത്മഭൂഷൺ 2 പേർക്ക്, പത്മശ്രീ 2 പേർക്ക്. പിന്നെ ശോഭനയ്ക്ക് കിട്ടിയല്ലേ? പക്ഷെ എന്താണ്, കേരളത്തിൽ നിന്ന് നല്ല പുരസ്കാരം കിട്ടിയത് തമിഴിൽ നിന്ന് കിട്ടിയ മലയാളിയാണ് ആര്? ശോഭന എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഇവിടുന്ന് 5 പേർക്കാണ് കിട്ടിയത്. ആ 5 പേരിൽ ഒരാള് പത്മവിഭൂഷൺ കിട്ടിയ എം ഡി വാസുദേവൻ നായർ. പിന്നെ 2 പേര് ഏതിനാണ് കിട്ടിയത്? പത്മഭൂഷൺ. പത്മഭൂഷൺ കിട്ടിയത് ആരൊക്കെയാണ്? ജോസ് ചാക്കോ പെരിയപുരം, പി ആർ ശ്രീജേഷ്. നമുക്കറിയാം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആണ് പി ആർ ശ്രീജേഷ്. കായികത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ ജോസ് ചാക്കോ പെരിയപുരം ഡോക്ടറാണ്. ആദ്യമായിട്ട് കേരളത്തിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആളാണ് ആര്? ജോസ് ചാക്കോ പെരിയപുരം. പിന്നെ 2 പേര് ഏതാണ്? പത്മശ്രീ കിട്ടിയ ഒരാൾ കുറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് IM വിജയനാണ് ഒരാള്. പിന്നെ ഒരാൾ ആരായിരുന്നു? ഓമനക്കുട്ടി, ഡോക്ടർ കെ ഓമനക്കുട്ടി. അവര് കർണാടക സംഗീതജ്ഞയാണ്, ഡോക്ടർ കെ ഓമനക്കുട്ടി. അപ്പൊ കേരളത്തിൽ നിന്ന് 5 പേർക്കാണ് കിട്ടിയത്. അതായത് മലയാളികൾക്ക് 5 പേർക്കാണ് കിട്ടിയത്. ഒരാൾക്ക് പത്മവിഭൂഷൺ, ആർക്കാണ്? എം ഡി വാസുദേവൻ നായർ. പത്മഭൂഷൺ ആണെങ്കിൽ പി ആർ ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുരം. ഇനി പത്മശ്രീ ആണെങ്കിൽ ആർക്കൊക്കെയാണ്? IM വിജയനും ഡോക്ടർ കെ ഓമനക്കുട്ടി. സെറ്റ് അല്ലേ? ഓക്കെ. അടുത്തത് പോയാ ISROയുടെ പുതിയൊരു സാങ്കേതിക വിദ്യയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കാം. എന്ത് ചെയ്യാം? അതായത് ഒരു പ്രാവശ്യം വിക്ഷേപിച്ചാലും പിന്നെ അതിനെ എന്ത് ചെയ്യാം? പുനരുപയോഗിക്കാനുള്ള വികാസ് ലിക്വിഡ് എൻജിൻ പരീക്ഷണം വിജയിച്ചു. അപ്പൊ എന്താണ് വികാസ് ലിക്വിഡ് എൻജിൻ? വികാസ് എന്നാണ് പേര് കേട്ടോ. വികാസ് ലിക്വിഡ് എൻജിൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? പുനരുപയോഗിക്കാം. എന്ത്? വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കാം. അതിനുപയോഗിക്കുന്നതിനുള്ള വികാസ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് എൻജിൻ എന്ത് ചെയ്തു? നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചു. ഓക്കെ അല്ലേ? വികാസ്. എന്താണ്? വികാസ്. ഇനി നമുക്കറിയാം ISROയുടെ 100ാമത്തെ ദൗത്യം ഏതാണ്? NVS 02. NVS 02 ആണ് ISROയുടെ 100ാമത്തെ ദൗത്യം. ഏതാണ് വാഹനം? GSLV F-15. അത് PSLV ആണ് 60. GSLV F-15. എന്താണ് പ്രത്യേകത? 100ാമത്തെ ദൗത്യത്തിന്റെ പേരാണ് NVS 02. ഓക്കെ അല്ലേ? അത് കിട്ടിയല്ലോ. ഇനി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരാണ്? സുനിത വില്യംസ്. എത്ര സമയമാണ് നടന്നതെന്ന് അറിയാവോ? 62 മണിക്കൂറും 6 മിനിറ്റും. എത്രയാണ്? 62 മണിക്കൂറും 6 മിനിറ്റും. അതായത് ഇപ്പൊ പോയപ്പോഴല്ല, മൊത്തത്തില് അവര് 608 ദിവസം മൊത്തത്തിൽ നിന്നിട്ടുണ്ട്. അതില് 62 മണിക്കൂറും 6 മിനിറ്റും ആണ് നടന്നിട്ടുള്ളത്. എത്രയാണ്? 62 മണിക്കൂറും 6 മിനിറ്റും ആണ്. ഓക്കെ അല്ലേ? പുതിയ റെക്കോർഡ് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ബ്ലൂ ഒറിജിന്റെ ഒരു കൂറ്റൻ റോക്കറ്റിന്റെ പേരാണ് ന്യൂ ഗ്ലെൻ. എന്താണ്? ന്യൂ ഗ്ലെൻ. അപ്പോ ബ്ലൂ ഒറിജിന്റെ പുതിയ റോക്കറ്റ് ആണ് ന്യൂ ഗ്ലെൻ. ആദ്യ പരീക്ഷണം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വിജയിച്ചു കേട്ടോ. ആദ്യ പരീക്ഷണ വിക്ഷേപണം തന്നെ വിജയിച്ചു. ആരുടെ? ന്യൂ ഗ്ലെൻ. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഗ്ലെൻ. ഇനി നമുക്കറിയാം ബഹിരാകാശത്ത് ഡോക്കിങ്ങും ഡീഡോക്കിംഗ് ഒക്കെ നടത്തിയ ആര്? സ്പാഡക്സ് നടത്തിയിട്ടുണ്ട്. ആ നേട്ടം എന്ത് ചെയ്തിട്ടുണ്ട്? ആ നേട്ടം കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. ഇന്ത്യക്ക് മുന്നേ ആരൊക്കെയുണ്ട്? അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. അപ്പൊ അമേരിക്ക, റഷ്യ, ചൈന കഴിഞ്ഞിട്ട് 4ാം സ്ഥാനത്താണ് നമ്മള്. അതിൽ നിങ്ങൾക്ക് അമേരിക്ക എന്തായാലും നമുക്ക് ഫസ്റ്റ് കിട്ടും. അതായത് 2 ഏഷ്യൻ രാജ്യങ്ങൾ അടുത്തടുത്താണ് കിടക്കുന്നത്. ഇങ്ങനെ ഓർത്തോ, ചൈന, ഇന്ത്യ. നമ്മുടെ അയൽ രാജ്യം നമ്മളും അടുത്തടുത്താണ്. അപ്പൊ 4ാമത് നമ്മളാണെന്ന് അറിയാലോ. അപ്പൊ അതിനു മുന്നേ ആരാണ്? ചൈന. അപ്പൊ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ. എന്ത്? ഡീഡോക്കിംഗ് സംവിധാനം വിജയിച്ച 4 രാജ്യങ്ങളാണ്. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം സ്വാതന്ത്ര്യാനന്തരം തന്നെ എവിടെ ഉണ്ട്? ഗോവയിലുണ്ട്. അപ്പൊ അത് ഇതിൽ കൂട്ടോ?
ഇല്ല. ഇനി നമ്മുടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിപ്പോ ഫെബ്രുവരി പോയതുകൊണ്ടാണ്. സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ എടാ മറ്റേ അവിടെ നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇവിടെ ആദ്യം കേരളത്തിലെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ആദ്യമായിട്ടാണ്. അതാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. എടാ അപ്പൊ ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് പറഞ്ഞു? യുണൈറ്റഡ് ബൈ യുണീക്ക്. സംസ്ഥാനത്തിന്റെ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാന് വേണ്ട സാങ്കേതിക സഹായത്തിന് പിന്തുണ നൽകുന്നത് WHO ആണ് കേട്ടോ. എന്താണ് WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എന്നാണ് രൂപീകൃതമായത്? 48 ഏപ്രിൽ 7. ഈ വർഷത്തെ ആരോഗ്യ ദിന പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. അപ്പൊ ഏപ്രിൽ 7 നമ്മുടെ ഷോർട്സ് ലോക ആരോഗ്യ ദിനം. അപ്പൊ ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സംസ്ഥാനത്തിന്റെ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാന് വേണ്ട സാങ്കേതിക സഹായം നൽകി പിന്തുണയ്ക്കുന്നതാണ് ആര്? WHO. ആരാണ്? WHO. നെക്സ്റ്റ് എടാ ആരാണ് സോമനാഥ്? സോമനാഥ് ആരാണ്? മുൻ ചെയർമാൻ. അപ്പൊ ഇപ്പോഴത്തെ ആളാരാണ്? എത്രാമത്തെ ആളാണ്? 11. നമ്മള് വീന്ന് എഴുതുമ്പോ ഇങ്ങനെയല്ലേ രണ്ടൊന്നു കൂട്ടിയാണ്. 2 അപ്പൊ 11. ആളാണ് ആര്? വി നാരായണൻ. അപ്പൊ സോമനാഥ് എന്താണെന്ന് ചോദിച്ചാൽ 2023 കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? മുൻ ISRO ചെയർമാൻ ആയിട്ടുള്ള സോമനാഥനാണ്. ഓക്കെ. അപ്പൊ 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സോമനാഥ്. സോമനാഥിനാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോ. എടാ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്നത് അതേത് രോഗമാണെന്ന്? ഹൃദ്രോഗമാണ് കേട്ടാ. ഹൃദ്രോഗം. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് എന്ത് അസുഖം വന്നിട്ടാണ്? ഹൃദ്രോഗം. രണ്ടാമത് ആസ്മ. രണ്ടാമത് ഏതാണ്? ആസ്മ. മൂന്നാമതാണ് ഏത്? ക്യാൻസർ. അപ്പൊ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളത്തെ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദ്രോഗം, രണ്ടാമത് ആസ്മ, മൂന്നാമത് ക്യാൻസർ. പണ്ടൊക്കെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണല്ലേ. ഇപ്പോഴും ആണെങ്കിലും പക്ഷെ നമ്മള് കേൾക്കുന്നുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ കേൾക്കൂലായിരുന്നല്ലോ ഒരുപാടൊന്നും. എടാ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത മെഡിക്കൽ ബയോകെമിസ്ട്രി ശാസ്ത്രജ്ഞനും 1985 നോബൽ സമ്മാന ജൂറി അംഗവുമായിരുന്ന വ്യക്തിയാണ് മാധവ ഭട്ടതിരി. ആരാണ്? മാധവ ഭട്ടതിരി. അപ്പൊ ഇത് വിയോഗമാണ്. അദ്ദേഹം തന്നിട്ട് മേഖലയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോ എന്താണ്? അദ്ദേഹത്തിന്റെ മെഡിക്കൽ ബയോകെമിസ്ട്രി ശാസ്ത്രജ്ഞനാണ്. മെഡിക്കൽ ബയോകെമിസ്ട്രി. അപ്പൊ മെഡിക്കൽ ആണ് അദ്ദേഹത്തിന്റെ മേഖല. മെഡിക്കൽ ബയോകെമിസ്ട്രി ശാസ്ത്രജ്ഞനും അതുപോലെ 85 നോബലിന്റെ ജൂറി അംഗമായിരുന്നു ആര്? മാധവ ഭട്ടതിരി. ആരാണ്? മാധവ ഭട്ടതിരി. ഭൂരേഖ മാനേജ്മെന്റ് സുതാര്യവും പ്രാപ്യവും സൗകര്യപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ ഒരു ഡിജിറ്റൽ സംരംഭമാണ് എന്റെ ഭൂമി. കേട്ടിട്ടില്ലേ എന്റെ ഭൂമി? അപ്പൊ എന്റെ ഭൂമി എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഭൂമിയാണ്. അപ്പൊ നമുക്ക് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭൂരേഖ മാനേജ്മെന്റ് സുതാര്യവും പ്രാപ്യവും സൗകര്യപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ ഒരു ഡിജിറ്റൽ സംരംഭമാണ് എന്റെ ഭൂമി. കേരളത്തിൽ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്നത് പാലക്കാടാണ്. എന്താണ്? കേരളത്തിലെ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട്, ഖരമാലിന്യങ്ങളില്ലേ ഇതിനെ ശാസ്ത്രീയമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യണം. അങ്ങനെ ആ ഖരമാലിന്യങ്ങളെ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്ന് എന്തുണ്ടാക്കാം? മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് എവിടെ രൂപീകരിച്ചു? പാലക്കാട് രൂപീകരിച്ചു. തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം 5. തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം 5. തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം 5 ആണ് കേട്ടോ. കേരളത്തില് 8.6 ആണ്. എത്രയാണ്? 8.6 ആണ് കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക്. എത്ര സ്ഥാനത്താണ് കേരളം? 5ാം സ്ഥാനത്താണ്. എത്രയാണ് ശതമാനം? 8.6. ഓക്കെ അല്ലേ? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് വരെ ഇന്നലെ ഞാൻ വായിച്ചു. ഇന്നലെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി കൊച്ചി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി എവിടെയായിരുന്നു? കൊച്ചി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി
കൊച്ചി. എടാ സംസ്ഥാനത്തെ റവന്യൂ പുരസ്കാരങ്ങളിലെ മികച്ച കളക്ടർ ആരാണെന്ന് അറിയാവോ? മികച്ച കളക്ടർ എറണാകുളം കളക്ടർ ആണ് കേട്ടോ. പേരെന്തെന്നറിയാമോ? ഉമേഷ്. 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 അപ്പോ നമ്മുടെ റവന്യൂ അവാർഡിനകത്ത് മികച്ച കളക്ടർ ആരായിരുന്നു? ഉമേഷ്. എവിടുത്തെ കളക്ടർ ആയിരുന്നു? എറണാകുളത്തെ കളക്ടർ ആയിരുന്നു ഉമേഷ്. എന്നാൽ മികച്ച സബ് കളക്ടർ ആണെങ്കിലോ അതൊരു ലേഡിയാണ്, മീര. മീര ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലെ മീര. ഫോർട്ട് കൊച്ചി മീര. 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 വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും മികച്ച ആതിഥേയ മര്യാദകൾ പാലിക്കുന്നവരുടെ പട്ടികയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി കേരളം. അപ്പൊ എന്താണ്? പിന്നെ നല്ല ആതിഥ്യ മര്യാദ എന്താ? വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും അതൊക്കെ ഉണ്ടേട്ടാ. വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും മികച്ച ആതിഥേയ മര്യാദകൾ പാലിക്കുന്നവരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ആര്? കേരളം. കേരളം 2ാം സ്ഥാനത്താണ്. അപ്പൊ 1ാം സ്ഥാനത്ത് നമ്മളല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല അറിയാം. ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിലെ ആനന്ദിൽ. ത്രിഭുവൻ സഹകാരി സർവകലാശാല നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയാണ് ഗുജറാത്തിലെ ആനന്ദിൽ. എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിൽ. സുപ്രീം കോടതി ജഡ്ജിയായ ഒരു മലയാളിയുണ്ട്, വിനോദ് ചന്ദ്രൻ. ആരാണ്? വിനോദ് ചന്ദ്രൻ. മുൻപ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കേട്ടോ ഇദ്ദേഹം. മുൻപ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? മലയാളിയാണ്. ഇപ്പൊ എന്താണ് പ്രത്യേകത? സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ്. ആര്? വിനോദ് ചന്ദ്രൻ. ആരാണ്? വിനോദ് ചന്ദ്രൻ. കേരള മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പുതിയ അംഗം വന്നിട്ടുണ്ട്. പേരാണ് വി ഗീത. ആരാണ്? വി ഗീത. വി ഗീത. വി ഗീത. ഒപ്പം കേട്ടിട്ടുണ്ടോ? ഒപ്പം എന്താണ് പദ്ധതി? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയൊരു പദ്ധതിയാണ് ഒപ്പം. ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് എന്ത് വെച്ചു കൊടുക്കുന്നു? വീട് വെച്ചു കൊടുക്കുന്നു. അപ്പോ ഒപ്പം പദ്ധതി വേറെ ഒപ്പം ഉണ്ട്. അപ്പൊ ഈ ഒപ്പം പദ്ധതി എന്താണ്? ശ്രീനാരായണ സർവകലാശാല എന്ത് ചെയ്യുന്നു? വീടില്ലാത്ത കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഈ ഒപ്പം. ഒപ്പം. ഓക്കെ അല്ലേ? ഒപ്പം. ട്രീ ആധാർ കേട്ടിട്ടുണ്ടോ? ട്രീ ആധാർ എന്തിനാണ്? ട്രീ ആധാർ ഏത് മരങ്ങളെ സംരക്ഷിക്കാനാണ്? ചിനാർ മരങ്ങളെ. ചിനാർ മരങ്ങളെ സംരക്ഷിക്കാൻ ജമ്മു കാശ്മീരിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ട്രീ ആധാർ. അതായത് അപ്പൊ ആ ട്രീക്ക് അപ്പൊ എന്താണ്? നമ്മളെ പോലെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്യൂല? നശിപ്പിക്കൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അതാണ് ട്രീ ആധാർ. അപ്പൊ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് എണ്ണം കാണും, അതിന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കാണും. അപ്പോ ചിനാർ മരങ്ങളെ സംരക്ഷിക്കാൻ ജമ്മു കാശ്മീർ ആരംഭിച്ച പദ്ധതിയാണ് ട്രീ ആധാർ. എന്താണ്? ട്രീ ആധാർ. ട്രീ ആധാർ. കേരളത്തിന്റെ ഓട്ടോമാറ്റഡ് ടെക്നോളജി സമ്മിറ്റിന്റെ വേദി തിരുവനന്തപുരത്ത്. കേരളത്തിന്റെ ഓട്ടോമേറ്റഡ് ടെക്നോളജി സമ്മിറ്റിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 വിടവാങ്ങിയ പ്രശസ്ത കലാമണ്ഡലം ചെണ്ടക്കാരൻ ചോദിച്ചിട്ട് ഇദ്ദേഹം ഏത് മേഖലയാണെന്ന് ചോദിക്കും. പിന്നെ മാലയൊന്നുമല്ല. കലാമണ്ഡലം ബാലസുന്ദരൻ. ചെണ്ടക്കാരൻ നല്ല സുന്ദരനാണ്. ഓക്കെ. അപ്പോ കലാമണ്ഡലം ബാലസുന്ദരൻ ഏത് മേഖലയാണ്? ചെണ്ട. അപ്പൊ കഥകളി എഴുതി വെക്കരുത് കലാമണ്ഡലം കണ്ടോണ്ട്. കലാമണ്ഡലം ബാലസുന്ദരൻ. സുന്ദരൻ ബാലസുന്ദരൻ. മേഖല ചെണ്ട. മേഖല ചെണ്ട. മേഖല ചെണ്ട. എടാ അതിദാരിദ്ര്യരില്ലാത്ത ജില്ല ഏത് ജില്ലയാണ്? ഇല്ലാത്ത ജില്ല തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം. അതിദാരിദ്ര്യരില്ലാത്ത ജില്ല കൊല്ലം. അതിദാരിദ്ര്യമില്ലാത്ത ജില്ല കൊല്ലം. പട്ടികവർഗ ജനവിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാനായി ഒരുങ്ങുന്ന പദ്ധതിയാണ് കേട്ടിക്ക്. കേട്ടിക്ക്. നമ്മളെ അക്ഷരം കെ എഴുതിയിട്ട് ടിക്ക്. കേട്ടിക്ക്. ഇപ്പൊ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ് ഏത്? കേട്ടിക്ക്. കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ. അതാണ് കേട്ടിക്ക്. കെ ഫോർ കുടുംബശ്രീ, ടി ഫോർ ട്രൈബൽ, കേട്ടിക്കല് ട്രൈബൽ കഴിഞ്ഞിട്ട് എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ. കേട്ടിക്ക്. ഗില്ലൻ ബാരി സിൻഡ്രോം കേട്ടിട്ടുണ്ടല്ലോ. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെ? ഗില്ലൻ ബാരി അല്ല, മൂവാറ്റുപുഴ. എവിടെയാണ്?
മൂവാറ്റുപുഴ. ഗില്ലൻ ബാരി സിൻഡ്രോമില് ആദ്യത്തെ മരണം കേരളത്തിൽ എവിടെ റിപ്പോർട്ട് ചെയ്തു? മൂവാറ്റുപുഴ. എന്താണ് സംഭവം? ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന നാഡീ സംബന്ധമായ ഒരു അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. അപ്പൊ എന്താണ്? ഇതൊരു ആയിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. ശരീരത്തിന്റെ എന്താണ്? രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം എന്ത് ചെയ്യും? തകരാറിലാക്കും. അതാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ആദ്യ മരണം എവിടെ റിപ്പോർട്ട് ചെയ്തു? മൂവാറ്റുപുഴ. എവിടെയാണ്? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ. കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശാസ്ത്ര പുരസ്കാരം നമ്മൾ വായിച്ചല്ലേ? ശാസ്ത്ര പുരസ്കാരം പറഞ്ഞില്ലേ? ഏകാന്ത പഥികൻ ഞാൻ ആരുടെ ആത്മകഥയാണ്? അദ്ദേഹത്തിന് ഇപ്പോൾ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു പാട്ടുകാരനാണ്. വേടനാ? പി ജയചന്ദ്രനാണ് കേട്ടോ. ഏകാന്ത പഥികൻ ഞാൻ ആരുടെ ആത്മകഥയാണ്? പി ജയചന്ദ്രൻ. ഏകാന്ത പഥികൻ ഞാൻ ആരുടേതാണ്? പി ജയചന്ദ്രൻ. ഏകാന്ത പഥികൻ ഞാൻ ആരുടേതാണ്? പി ജയചന്ദ്രൻ. പി ജയചന്ദ്രൻ. എടാ, ഓപ്പറേഷൻ ഡി ഹണ്ട് കേട്ടിട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ ഡി ഹണ്ട് ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട് ലഹരിക്കെതിരെ നടത്തുന്ന ഒരു വ്യാപക പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ ഡി ഹണ്ട്. ഡി ഹണ്ട്. ഡി ഹണ്ട്. നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരൻ. നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരൻ. സുഭദ്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? സുഭദ്ര. 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 ഒഡീഷ. സുഭദ്ര ഒഡീഷ. സുഭദ്ര പദ്ധതി ഒഡീഷ. സുഭദ്ര പദ്ധതി ഒഡീഷ. സുഭദ്ര പദ്ധതി ഒഡീഷ. തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? കേരളം. അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുള്ളത്. അപ്പൊ തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ബീഹാർ. ആരാണ്? ബീഹാർ. തപാൽ വകുപ്പിൽ AI സംവിധാനം ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ബീഹാർ. ബീഹാർ. ബഹുഭാഷാ ഭരണത്തിനായി ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര. ആരാണ്? ത്രിപുര. എന്താണ്? ബഹുഭാഷാ ഭരണത്തിന് വേണ്ടി ഭാഷിണി. ഈ ഭാഷിണിയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര. 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 ഡേവിഡ് ലിഞ്ചിനെ അറിയാമോ? ഡേവിഡ് ലിഞ്ച്. അയ്യോ, ഡേവിഡ് ലിഞ്ച് ഹോളിവുഡ് നടനാണ് കേട്ടോ. അന്തരിച്ചോയെ. ഹോളിവുഡ് സംവിധായകൻ. ഹോളിവുഡ് സംവിധായകനാണ് ആര്? ഡേവിഡ് ലിഞ്ച്. ഡേവിഡ് ലിഞ്ച് മരിച്ചുപോയി. ഹോളിവുഡ് സംവിധായകനാണ് ആര്? ഡേവിഡ് ലിഞ്ച്. ഡേവിഡ് ലിഞ്ച്. എടാ, രവിയുഗം ആരുടെ ആത്മകഥയാണ്? രവിയുഗം. രവി. രവി. രവിമാമൻ. രവിയുഗം പ്രമുഖ പ്രവാസി വ്യവസായിയായിട്ടുള്ള രവി പിള്ളേരതാണ്. രവിയുഗം. രവി പിള്ളേരതാണ് രവിയുഗം. രവി പിള്ളേരതാണ് രവിയുഗം. രവിയുഗം. നിർമ്മല സീതാരാമന്റെ അവതരണങ്ങളിൽ ദൈർഘ്യം കുറഞ്ഞ രണ്ടാമത്തെ ബഡ്ജറ്റ് ആയിരുന്നു 25-26 ബഡ്ജറ്റ്. ദൈർഘ്യം കുറഞ്ഞ രണ്ടാമത്തെ ബഡ്ജറ്റ് ആയിരുന്നു ആരുടെ? നിർമ്മല സീതാരാമൻ. എത്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു? 8 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അങ്ങനെ ആരുടെ റെക്കോർഡ് മറികടന്നു? മൊറാർജി ദേശായിയുടെ. ഇപ്പോഴേ ഏറ്റവും കൂടുതൽ ചോദിച്ച ആര് തന്നെയാണ്? മൊറാർജി ദേശായി ആണ്. പക്ഷെ തുടർച്ചയായിട്ട് ചോദിച്ച ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഓക്കെ, നെക്സ്റ്റ്. എടാ നോക്കിയോ, പുതിയ സ്കീമിലെ നികുതി സ്ലാബുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 7 സ്ലാബാണ്. നികുതി സ്ലാബുകൾ എത്ര ഉണ്ട്? 7 എണ്ണമാണ്. 30% നികുതി ബാധകമാകുന്ന വിഭാഗം 24 ലക്ഷത്തിലധികം വരുമാനം ഉള്ളവർക്കാണ് 30% നികുതി സ്ലാബ്. ലാസ്റ്റത്തെ 4, 8, 4 വെച്ച് കൂടിപ്പോ. മറ്റേതാണെങ്കിൽ 5 വെച്ച് കൂടിപ്പോ. 5 മുതൽ ഇല്ല ഫസ്റ്റത്തേനില്ല, ബാക്കി അങ്ങോട്ടുണ്ട്. ബഡ്ജറ്റിനിടയിൽ വളർച്ചയുടെ ഒന്നാമത്തെ എഞ്ചിൻ എന്ന് വിശേഷിപ്പിച്ചത് എത്ര എഞ്ചിൻ ഉണ്ട്? അതിൽ ഒന്നാമത്തെ എഞ്ചിൻ ഏതാണ്? കൃഷി. 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 ഒന്നാമത്തെ എഞ്ചിൻ കൃഷി. കൃഷി, വ്യവസായം, MSME, ഇൻവെസ്റ്റ്മെന്റ്. 4 എണ്ണമാണ്. കൃഷി, വ്യവസായം, MSME, ഇൻവെസ്റ്റ്മെന്റ്. അതിൽ ഒന്നാമത്തതാണ് എന്ത്? കൃഷി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമായി
ബയോ ഡിഗ്രേഡബിൾ ബോട്ടിലുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ അത് ഒരുങ്ങുന്നതല്ല, തുടങ്ങി. ഏതാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാറുണ്ട് ഒരു ബോട്ടിൽ വെള്ളം. അത് ഏതാണ്? ഹില്ലി അക്വ. ഏതാണ്? കണ്ട് നമ്മൾ ആ കുപ്പികൾ എടുത്ത് നോക്കിയാൽ അറിയാവോ, കുപ്പിക്ക് ഓരോ ബ്രാൻഡ് ഇല്ലേ, അതുപോലെ ഹില്ലി അക്വ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഹില്ലി അക്വ. ഹില്ലി അക്വ. അപ്പൊ എന്താണ്? പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമായി ബയോ ഡിഗ്രേഡബിൾ ബോട്ടിലുകൾ വിതരണം ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടുന്ന ഹില്ലി അക്വ ഇതുപോലത്തെ ബോട്ടിലല്ലേ, ഹില്ലി അക്വ. പോക്കറ്റ് മാർട്ട് അറിയാമോ? പോക്കറ്റ് മാർട്ട് ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന ഓൺലൈനായി ലഭ്യമാകാൻ കുടുംബശ്രീയുടെ കൊമേഴ്സ് പോർട്ടലാണ് ഏത്? പോക്കറ്റ് മാർട്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്. പോക്കറ്റ് മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ രാജ്യവ്യാപകമായി വിൽക്കാൻ വേണ്ടിയുള്ള ഒരു പോർട്ടലാണ് എന്ത്? പോക്കറ്റ് മാർട്ട്. ആരുടേതാണ്? കുടുംബശ്രീ. എടാ പൂനം ഗുപ്ത ആരടാ? ഡെപ്യൂട്ടി ചെയർമാൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചതാണ് ആര്? പൂനം ഗുപ്ത. വേറെന്തോ ഒരു പദവി ഉണ്ട്, മറന്നുപോയി. എന്ത് മറന്നുപോയി? കമന്റ് ചെയ്തേക്കോട്ടോ, ഞാൻ മറന്നുപോയി. പൂനം ഗുപ്ത. അപ്പൊ ഇത് CRPF വനിതകളെ മാത്രമുള്ള സംഘത്തെ നയിച്ച ആളാണ് ആര്? റിപ്പബ്ലിക് ദിന പരേഡിലെ പൂനം ഗുപ്ത. അടുത്തതാണ് സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അല്ല, തെലങ്കാന. സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തെലങ്കാന. സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തെലങ്കാന. രണ്ടാം സ്ഥാനത്ത് ആരെന്നറിയാമോ? കർണാടക. രണ്ടാം സ്ഥാനത്ത് ആരാണ്? കർണാടക. പിന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ലക്ഷദ്വീപാണ്. പിന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. മോട്ടോർ വാഹന വകുപ്പ് RC നിർത്തലാക്കി സമ്പൂർണ്ണ ഡിജിറ്റലായി മാറുന്നത് എന്ന് മുതലാണെന്ന് അറിയാമോ? മാർച്ച് 1 മുതലാണ് കേട്ടോ. ഇപ്പൊ എന്താണ് RC ഒക്കെ എന്താണ്? ഫുൾ ഡിജിറ്റലാണ്. ഡിജിറ്റലാക്കി മാറിയത് എന്ന് മുതലാണ്? മാർച്ച് 1 മുതലാണ്. ഓക്കെ അല്ലേ? എടാ നമുക്കിപ്പോ മൊത്തം എത്ര റംസാർ സൈറ്റ് ഉണ്ട്? 90. നമ്മൾ 89 എണ്ണം നമുക്കറിയായിരുന്നു. പിന്നെ ഒരു 2 എണ്ണം കൂടി വന്നു. അപ്പൊ എത്ര എണ്ണമായി? 91 എണ്ണമായി. എത്ര എണ്ണമായി? 91. അതിൽ നമ്മൾ 85 89 ആയപ്പോൾ ഒരു 4 എണ്ണത്തിന് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? ശർക്കര, തേന്, പാല്, പിന്നെ ഒരു ദുദ്ധ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? സക്കരക്കോട്ടൈ. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. നമ്മൾ ശർക്കര, തേന്, പാൽ എന്നൊക്കെ പറഞ്ഞാണ് പഠിച്ചത്. സക്കരക്കോട്ടൈ. എവിടെയായിരിക്കും സക്കരക്കോട്ടൈ? തമിഴ്നാട്. ഇനി തേൻ എന്ന് പറഞ്ഞില്ലേ? തേർത്തങ്കൽ എവിടെയാണ്? തമിഴ്നാട്. ഇനി നമ്മൾ പാലെന്ന് പറഞ്ഞില്ലേ? അതാണ് ഖേച്ചേ പാൽറി സിക്കിമിലാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് 2 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തേനും ശർക്കരയും. അപ്പൊ സക്കരക്കോട്ടയും തേർത്തങ്കലും. ഇനി ഒഡീഷന്ന് സിക്കിമിൽ നിന്നാണ് ഏത്? പാല്. ഖേജേ പാൽറി. ഇനി ഒരെണ്ണം ഏതാണ്? ഉദ്വ ജാർഖണ്ഡിലാണ്. ഉദ്വ എവിടെയാണ്? ജാർഖണ്ഡ്. ഏറ്റവും കൂടുതൽ എവിടെയാണോ? തമിഴ്നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ്. തമിഴ്നാട്ടിലാണെടോ. അതേടോ. ഓടോ. ശരിയടോ. പോടോ. സേലം വെടിവയ്പ്പിന് 75 വർഷമായി കേട്ടാ. സേലം വെടിവയ്പ്പിന് 75 വർഷമായി. സേലം വെടിവയ്പ്. 2025 ഫെബ്രുവരിയിൽ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം എവിടെയാണ് ഏർപ്പെടുത്തിയത്? അവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ രാജിവെച്ചെന്നൊക്കെ നമ്മൾ കണ്ടു. തന്നെ മണിപ്പൂരിലെ അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എന്താണ് അടിയന്തരാവസ്ഥയില് രാഷ്ട്രപതി ഭരണം ഉണ്ടായ സംസ്ഥാനം ഏതായി മാറി? മണിപ്പൂരായി മാറി കേട്ടോ. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? രാഷ്ട്രപതി ഭരണം മീൻസ് സംസ്ഥാന അടിയന്തരാവസ്ഥ എവിടെയായിരുന്നു? മണിപ്പൂർ. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെ തന്നെയാണ്? മണിപ്പൂരിലാണ്. മണിപ്പൂർ മറക്കല്ലേ, മറക്ക മാറ്റേര്. ഡൽഹിയിൽ വീണ്ടും ഒരു വനിത മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. ആരാണത്? രേഖ ഗുപ്ത. അപ്പൊ ഡൽഹിയിൽ വീണ്ടും ഒരു വനിത വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പേരെന്താണ്? രേഖ ഗുപ്ത. എന്താണ് ആക്രി ആപ്പ്? പറ. ആക്രി ആപ്പ്. ഫോബ്സ് മാസികയുടെ എന്താണ് പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യത്തെ 100-ൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആണ് ആക്രി ആപ്പ് കേട്ടോ. അപ്പൊ ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യത്തെ 100-ൽ ഇടം പിടിച്ച മലയാളികളുടെ സ്റ്റാർട്ടപ്പ് ആണ് എന്ത്? ആക്രി ആപ്പ്. എടാ ഡൽഹിയിലെ മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞു. ആരാണ്?
രേഖാ ഗുപ്ത. അവിടെ ഉപമുഖ്യമന്ത്രി ഉണ്ട് കേട്ടോ. ആരെന്ന് ചോദിച്ചാൽ പർവേശ് വർമ്മ. ആരാണ്? പർവേശ് വർമ്മ. ഈ രേഖാ ഗുപ്തയെ പറയണമെങ്കിൽ എത്രാമത്തെ വനിതയാണെന്ന് അറിയാമോ? ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര്? രേഖാ ഗുപ്ത. രേഖാ ഗുപ്ത. അപ്പൊ ആരൊക്കെയാടാ മുമ്പ് ഉണ്ടായിരുന്നേ? സുഷമ സ്വരാജിനെ അറിയാലോ, സുഷമ സ്വരാജ് അറിയാം. ഷീല ദീക്ഷിതിനെ അറിയാലോ, ഷീല ദീക്ഷിത്, അതിഷി, അടുത്ത അതിഷി. അപ്പൊ അതിഷി മർലേനാണെന്ന് തോന്നുന്നു. അപ്പൊ സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി, പിന്നെ ഇപ്പത്തെ ആളാണ് രേഖാ ഗുപ്ത. അതാണ് 4 പേര് കേട്ടോ. ഓർത്ത് വെച്ചോ, 4 പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബാംഗ്ലൂരുവിൽ തുറന്ന ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ്. അനന്ത. ബാംഗ്ലൂരുവിൽ തുറന്ന ഗൂഗിളിന്റെ, ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്തു. അത് ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസാണ്. അതിന്റെ പേരാണ് എന്ത്? അനന്ത. അതിന്റെ പേരാണ് എന്ത്? അനന്ത. 72ാം ലോക സുന്ദരി മത്സരത്തിന് വേദിയാകുന്നത് എവിടെ? അപ്പൊ 72ാമത് ലോക സുന്ദരി മത്സരത്തിന് വേദിയാകുന്നത് ഹൈദരാബാദിലായിരുന്നു കേട്ടോ. എവിടെയാണ്? ഹൈദരാബാദ്. 72ാമത് ലോക സുന്ദരി മത്സരം എവിടെയാണ് നടന്നത്? ഹൈദരാബാദ്. ഒരേ രാജ്യം തുടർച്ചയായി മത്സരവേദി ആകുന്നത് അപൂർവമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഒരേ രാജ്യത്ത്, പിന്നെ അതായത് ഇന്ത്യയിൽ 2 പ്രാവശ്യമായിട്ട്, അതാണ് എന്താണ് ഒരേ രാജ്യം തുടർച്ചയായിട്ട് വേദിയാകുന്നത് ആദ്യമായിട്ടാണ്. അതായത് 71 എവിടെയായിരുന്നു ചോദിച്ചാൽ ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ. 71 എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലും മുംബൈയിലാണ് നടന്നത്. ഇപ്പം 72 ഇവിടെ തന്നെ നടക്കുന്നത്, ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ്. ഓക്കെ. ശക്തികാന്ത് ദാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആർബിയുടെ എക്സ്. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി നിയമിതനാകുന്ന മുൻ RBI ഗവർണറാണ് ആര്? ശക്തികാന്ത് ദാസ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അപ്പൊ ശക്തികാന്ത് ദാസ് നിലവിൽ എന്താണ്? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ആര്? ശക്തികാന്ത് ദാസ്. മുൻ ISROയുടെ എക്സ് ചെയർമാൻ ആയിരുന്നു. ISROയുടെ എക്സ് ചെയർമാൻ ആയിരുന്നു ആര്? ISROയുടെ അല്ലല്ല, സോറി, സോറി ഗൈസ്. RBIയുടെ എക്സ് ചെയർമാൻ ആയിരുന്നു ശക്തികാന്ത് ദാസ്. ഇപ്പൊ ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ആരാണ്? പ്രിൻസിപ്പൽ സെക്രട്ടറി. ശക്തികാന്ത് ദാസ്. സഞ്ജയ് മൽഹോത്ര. മാറിയല്ല, ഗവായി. BR ഗവായി. അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് മൽഹോത്ര അല്ലേ? സഞ്ജയ് എന്തോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ പറയാം. സഞ്ജയ് കുമാർ ആര്? UPSC. പോടാ, നീ ജസ്റ്റ് നോക്ക്. വെയിറ്റ് ചുമ്മാ നമുക്ക് മണ്ടത്തരം പറയണ്ട. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആര്? ശക്തികാന്ത് ദാസ്. പുൽവാമ ഭീകരാക്രമണത്തിന് എത്ര വർഷമായി? 6 വർഷമായി കേട്ടോ. പുൽവാമ ഭീകരാക്രമണത്തിന് 6 വർഷമായി. പുൽവാമ ഭീകരാക്രമണം നടത്തിയിട്ട് സഞ്ജയ് മൽഹോത്ര. എക്സ്ക്യൂസ് മീ, ചുമ്മാ തെറ്റിക്കാതെ എന്റെ ഒന്ന് പോയേ. ഫസ്റ്റ് പറയുന്ന ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് എല്ലാരെയും കൂടി ഇങ്ങനെ കൺഫ്യൂഷൻ ആയി ഭയങ്കരമായിട്ട്. അതെ. അടുത്ത ക്വസ്റ്റ്യൻ. 2025 മെയ് 7 മുതൽ 31 വരെ നടക്കുന്ന ലോകസുന്ദരി മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? ഹൈദരാബാദ് എവിടെയാണ്? തെലങ്കാനയിലാണ്. ഹൈദരാബാദ് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ്. തെലങ്കാന കേട്ടോ. തെലങ്കാനയിലാണ്. തുഹിൻ കാന്ത് പാണ്ഡെ ആരടാ? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരാണ്? ചെയർമാൻ ആണ് തുഹിൻ കാന്ത് പാണ്ഡെ. ആരാണെന്ന് ചോദിച്ചാൽ സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ഇതുവരെയും ചോദിച്ചില്ലാന്ന് തോന്നുന്നു. എങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അപ്പൊ തുഹിൻ കാന്ത് പാണ്ഡെ നിലവിലെ സെബിയുടെ ചെയർമാൻ ആണ്. ചൈനയ്ക്ക് ശേഷം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ചൈനയ്ക്ക് ശേഷം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് നടപ്പിലാക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് ആണ് കേട്ടോ. അപ്പൊ എന്ത് ബംഗ്ലാദേശ്? ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. സുനിത വില്യംസിന്റെ റെക്കോർഡൊക്കെ കിട്ടിയല്ലോ അല്ലേ? ബഹിരാകാശ നടത്തം 62 മണിക്കൂറും 6 മിനിറ്റും. എത്ര തവണയായിട്ടാണെന്ന് ചോദിച്ചാൽ 9 പ്രാവശ്യമായിട്ടാണ് കേട്ടോ. 9 പ്രാവശ്യം നടന്നിട്ടാണ് ഈ റെക്കോർഡ് കിട്ടിയത്. 62 മണിക്കൂറും
9 മിനിറ്റും. അത് എത്ര തവണയായിട്ടാണ്? 9 തവണ. 62 മണിക്കൂറും 6 മിനിറ്റും 9 തവണ. 9 തവണ. ബഹിരാകാശത്തിൽ രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് ആര്? സുനിത വില്യംസ്. പിന്നെ ബഹിരാകാശത്ത് മാരത്തോൺ നടത്തിയ ആദ്യ വ്യക്തിയാണ് ആര്? സുനിത വില്യംസ്. പിന്നെ ന്യൂസിലൻഡ് പാർലമെന്റിൽ വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം നമുക്കറിയാം. താരാനാക്കി മംനൗക. താരാനാക്കി. ബാക്കി മംനൗകയാണ് വ്യക്തിത്വം. ഒറ്റ സാധനമാണ്. എന്ത് കൊടുത്തു? വ്യക്തിത്വ പദവി നൽകു. വ്യക്തിത്വ പദവി കൊടുത്തേട്ടാ. വ്യക്തിത്വ പദവി കൊടുത്തു. ഇയർ ഓഫ് കമ്മ്യൂണിറ്റി 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ച രാജ്യം എന്നറിയാവോ? UAE ആണ് കേട്ടോ. കമ്മ്യൂണിറ്റി എന്താണ്? 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? UAE. ഏതാണ്? UAE. എടാ, ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ഏതായിരിക്കും? അമേരിക്ക. അപ്പൊ ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 12. ഇന്ത്യയുടെ സ്ഥാനം 12-ാം സ്ഥാനത്തില്ലേ നമ്മളല്ലേ? ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ എത്ര സ്ഥാനത്താണ്? 12-ാം സ്ഥാനത്താണ്. പക്ഷെ 2-ാം സ്ഥാനം ആക്കുന്നറിയാവോ? ചൈന. 3-ാം സ്ഥാനം? റഷ്യ. 1-ാം സ്ഥാനം അമേരിക്ക, 2-ാം സ്ഥാനം ചൈന, 3-ാം സ്ഥാനം റഷ്യ, 4 UK ആണ് കേട്ടോ. 4 UK. ഇന്ത്യ എത്ര സ്ഥാനത്താണ്? 12. 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. 12. ഓക്കെ. ഏകദേശം ആയടാ. ഇനി നമ്മൾ പറഞ്ഞു നിർത്താം. 2025 ഫെബ്രുവരി 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിയ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആണ് ഉർസുല വോൺ. ആരാണ്? ഉർസുല വോൺ. എന്താണ്? 2025 ഫെബ്രുവരി 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിയ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ് ഉർസുല വോൺ. അപ്പൊ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ്? ഉർസുല വോൺ. അപ്പൊ നമ്മൾ ഓക്കേടാ. അപ്പൊ നമ്മള് എന്താണ് ഫെബ്രുവരി ഏകദേശം ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ജനുവരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഓക്കെ.